സന്തോഷമായിട്ട് ഇപ്പോൾ എവിടെയും സംസാര വിഷയം ഹേമ കമ്മിറ്റിയാണല്ലോ. ഒരുപാട് നടിമാരോടൊക്കെ അഭിനയിക്കുകയും ഒരുപാട് നടിമാരെ അഭിനയിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സന്തോഷേട്ടൻ. നാളെ ഈ നടിമാരിൽ നിന്ന് ഒരു അലിഗേഷൻ സന്തോഷേട്ടനെതിരെ വന്ന അതിൽ ഭയമുണ്ടോ? എല്ലാ രംഗത്തും 5%, മലയാള സിനിമയുടെ 80%. രാത്രി നിങ്ങളെ വാതിൽ മുട്ടും. അപ്പോൾ ഇതൊക്കെ സഹിച്ചുകൊണ്ട് വേണമെങ്കിൽ വന്നു, അല്ലെങ്കിൽ വരണ്ട. പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന സിനിമയിൽ അവർ അഭിനയിക്കുന്നതിനിടയിൽ അവരുടെ ഡ്രസ്സൊന്ന് അഴിഞ്ഞു വീഴുകയാണ്. ക്യാമറമാൻ അത് സൂം ലെൻസ് യൂസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ നഗ്നത പകർത്തും. അന്നത്തെ ടോപ്പ് നടിയാണ്, ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അന്നത്തെ പവർ 50 എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പ്രമുഖ ചില നിർമ്മാതാക്കളാണെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഈ കുട്ടി പോയിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കുട്ടി തൂങ്ങി നിൽക്കുന്നു. അന്നത്തെ സർക്കാരിന് മിനിമം ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി പോലുള്ള ഒരു കമ്മിറ്റി അന്ന് വെച്ചിരുന്നുവെങ്കിൽ ഇനി 2024 ഹേമ കമ്മിറ്റിയുടെ ആവശ്യം വരില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രമുഖ നടന്മാർ, പ്രമുഖ സംവിധായകർ എന്ത് വിചാരിക്കുന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നിൻ്റെ ഒരു ഉത്തരമില്ല. സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. അവർക്ക് കൂടുതൽ പല രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ ചില നിയമങ്ങൾ വെക്കുന്നതാണ്. ചില സ്ത്രീകൾ അത് മിസ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കുഴപ്പം എന്താണ്? സീരിയസ് ആയി വരുന്ന ഒരു പെൺകുട്ടിക്ക് അതില്ലാതെ പോകും. നിങ്ങളെ ശത്രു നിങ്ങളുടെ ഉയർച്ച കണ്ട് അസൂയ പൂണ്ട് ഒരു പെൺകുട്ടിയോട് എടി നിനക്ക് ഞാൻ 5 ലക്ഷം തരാം, നീ അല്ലെ 10 ലക്ഷം തരാം, നീ ഇവൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കെതിരെ കേസാണ്. നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് പീഡിപ്പിച്ചതിൻ്റെ തെളിവടക്കം കൊടുത്താൽ പോലും ഇതിനെ വിശ്വാസവഞ്ചന എന്നാണ് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെലിലൂടെ ന്യൂ ചാച്ചുവിലേക്ക് അവർക്ക് സ്വാഗതം. ആദ്യകാലങ്ങളിൽ ചില ആളുകൾ വിമർശിച്ച ചില ആളുകൾ തന്നെ പിന്നീട് കൈയടിച്ചു. അഭിനയ രംഗത്തും സംവിധാന രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും പാവങ്ങളുടെ രാജകുമാരൻ, ഒരു താരജാടയുമില്ലാതെ ഒരു മലയാളികൾക്ക് മുഖത്തു നോക്കി സംസാരിക്കാൻ പറ്റുന്ന, എല്ലാം മുഖത്ത് പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ദ വൺ ആൻഡ് ഓൺലി സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷേട്ടാ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒന്ന് ഇരിക്കുവാൻ സാധിച്ചില്ല കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്, ആദ്യ സിനിമ മുതൽ വർഷങ്ങൾ മാറിയാലും ദിവസങ്ങൾ മാറിയാലും ഈ ശരീരപ്രകൃതിയും ഈ രൂപവും മാറാത്തതിന് കാരണം എന്തുവാ? സ്വഭാവം മാറിയിട്ടില്ല. സ്വഭാവം മാറിയിട്ടില്ല. നമ്മൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ബസ്മതി റൈസിൻ്റെ മഞ്ഞ നിറമുള്ള ഒരു ബസ്മതി റൈസ് ഉണ്ട്. അപ്പം ദിവസവും നമ്മൾ 100 ഗ്രാമാണ്. അതായത് 1 കിലോ അരി വാങ്ങിച്ചാൽ 10-12 ദിവസം വരെ എനിക്ക് നിൽക്കും. 100 മാക്സിമം 100 ഒരു പിടി എടുക്കും. അപ്പം അതിൽ ഈ കടല, അങ്ങനെ ചെറുപയർ, മമ്പയർ, അതേപോലെ ഉലുവ, അത് ബീൻസ്, അങ്ങനെ പയർ കിട്ടാവുന്ന അങ്ങനത്തെ കുറേ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി തിളപ്പിച്ച് നിങ്ങൾ ചോറും കറി 2ആയി ഉണ്ടാക്കുമ്പോൾ സന്തോഷം വേണ്ടിയിട്ട് 2 കൂടെ 1ആയിട്ട് ഉണ്ടാക്കുക എന്നർത്ഥം. അതിൽ കുറച്ച് പശുനെയ്യ് യൂസ് ചെയ്തിട്ട് പിന്നെ കാരക്കേൻ്റെ അച്ചാറും ഈന്തപ്പഴത്തിൻ്റെ അച്ചാറും, അല്ലാതെ അതിൽ ഉപ്പിടുന്നില്ല. ഉപ്പോ മുളകോ ഇങ്ങനത്തെ ഒന്നും വരുന്നില്ല. എൻ്റെ തോന്നലാണ്, ഞാൻ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ ഈ എണ്ണ, അതേപോലെ ഇറച്ചി മീനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് നമുക്ക് പ്രായം കൂടുതൽ ഫീൽ ചെയ്യുക. എൻ്റെ ഒരു തോന്നലാണ്, നിങ്ങൾക്കും നോക്കാം. ഒരു 30 വയസ്സായ ഒരു വ്യക്തിക്ക് ഇത് കൂടുതലായി യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്ന ഓക്കെയാണ്. കൂടുതലായി നിങ്ങൾ ഈ എണ്ണയും ഇറച്ചിയും മീനും ഉപ്പും പഞ്ചസാരയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 30 വയസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 40-45 വയസ്സായിട്ട് തോന്നും. മറ്റവർക്ക് ഒരു 40-45 ആണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു 30 തോന്നും. കാരണം വെള്ളത്തിനോട് അലിയാത്തൊരു സാധനം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വെള്ളത്തിൽ ഡയലുണ്ടായി. അപ്പോൾ ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുക, അത് മുകളിൽ പൊങ്ങിയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും വരിക. നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പടിയും ഉറപ്പാണ്. കാരണം അത് വെള്ളത്തിൽ അലിയുന്നില്ല. കൊഴുപ്പ് നല്ല രീതിയിലുണ്ട്. യെസ്. അല്ല, ഈ വെളിച്ചെണ്ണ കഴിക്കേണ്ടത്. അതേസമയം നിങ്ങൾ പശുനെയ്യോ മറ്റോ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നില്ല, ഇത്രയും വരുന്നില്ല. എന്തും ഒരു പരിധിയിൽ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഈ പഞ്ചസാര. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങളാണ്. പഞ്ചസാരയൊക്കെ നമ്മൾ ഇത്തിരി പഞ്ചസാര കഴിക്കുമ്പോഴേക്കും എന്താവും എന്നൊക്കെ ആയിരിക്കും കാണുന്നവർ വിചാരിക്കാം. പക്ഷേ ഇതെല്ലാം വലിയൊരു ഡിഫറൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര തീരെ, അപ്പം നമ്മൾ പരമാവധി ഇപ്പം ഞാൻ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ പോലും ഞാൻ ഇത്തിരി നിർത്തിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ എനിക്ക് ആ ഒരു പിടി ചോറ് മതിയല്ലോ. അപ്പം ഞാൻ വിചാരിക്കും വെറുതെ ഉച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ വരെ ഈ എനിക്ക് മുളക് കൂട്ടും ഭയങ്കരമായിട്ട് എരിയും. കാരണം വെച്ചാൽ നമ്മൾ എന്ത് കാര്യം നമ്മളാണല്ലോ ശരീരത്തിന് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ്ലി ഉപ്പ് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം അതിനോട് യോജിച്ചു. നിങ്ങൾ ദിവസം 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മനസ്സിലാക്കി. ഇയാൾ എന്നും ഇങ്ങനെ 5 മണിക്ക് അടിക്കുന്ന മനുഷ്യൻ, നിങ്ങൾ എന്നും രാവിലെ 8:30 എഴുന്നേൽക്കുന്നത് നിങ്ങൾ ബയോളജിക്കൽ ക്ലോക്ക് അവിടെ തീരുമാനിച്ചു. ഈ മനുഷ്യൻ എന്നും രാത്രി 2 മണിക്ക് കിടന്നിട്ട് പിന്നെ ഒരു 9 മണിക്ക് എണീക്കും. അവിടെ നിങ്ങൾ രാവിലെ എണീക്കാൻ ശ്രമിച്ചാലും പറ്റൂല. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദിവസവും പഞ്ചസാര ഇങ്ങനെ കൂട്ടി കഴിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്തു.
നിങ്ങൾ തീരെ പഞ്ചസാര വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങളെ ബയോളജിക്കൽ എല്ലാ സാധനം അതിനനുസരിച്ച് വന്നു. ഇതേപോലെ എനിക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട്ടിലൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് പലപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഒരു സാധാരണ മുളകേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കരമായി എനിക്ക് കുറച്ചധികം മുളക് ഫീൽ ചെയ്യും. കാരണം വീട്ടിൽ തീരെ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെയാണോ? കുക്കിംഗ് തന്നെയാണ്. കാരണം അച്ഛനും അമ്മയൊക്കെ മരിച്ചു, ഒരു സിസ്റ്റർ മാരീഡ് ആണ്. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, സിംഗിളാണ്. അപ്പോൾ അമ്മ മരിച്ച അല്ല കുറേ വർഷങ്ങളായി. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെയാണ് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുക. പറഞ്ഞാൽ ആകെ ഈ ഉച്ച ഭക്ഷണവും അത് ഈ ഒരൊറ്റ ഭക്ഷണമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓട്സിൻ്റെ കഞ്ഞിയാണ്, രാത്രി ഓട്സിൻ്റെ കഞ്ഞി. സൗന്ദര്യ രഹസ്യം അല്ലേ? സൗന്ദര്യ രഹസ്യം ഞാൻ പറയുന്നില്ല. അധികം നമുക്ക് പ്രായം അധികം ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണം കൊഴുപ്പ്, സന്തോഷ് പണ്ഡിറ്റിനെ മൊത്തമായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉപ്പ്, പഞ്ചസാര, മുളക്, എണ്ണ, പുളി വളരെ കുറവേ ഉള്ളൂ. യൂസ് ചെയ്യുന്നില്ല തീരെ. പക്ഷെ ഉപ്പ് വെണ്ണയും പിഴിഞ്ഞ് സന്തോഷ് പണ്ഡിറ്റിൽ നിന്ന് കിട്ടത്തില്ലെങ്കിലും നല്ല അറിവ് കിട്ടും കേട്ടോ. അതേതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. സന്തോഷേട്ടാ, ഇനി നമ്മൾ കാര്യത്തിലോട്ട് സംസാരിക്കുമ്പോൾ സന്തോഷേട്ടാ ഇപ്പോൾ എവിടെയും സംസാര വിഷയം ഹേമ കമ്മിറ്റിയാണല്ലോ. എന്താണ് ഹേമ കമ്മിറ്റി എന്നാണ് സന്തോഷേട്ടൻ വിചാരിക്കുന്നത്? അതോടൊപ്പം ഒരുപാട് നടിമാരോടൊക്കെ അഭിനയിക്കുകയും ഒരുപാട് നടിമാരെ അഭിനയിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സന്തോഷേട്ടൻ. നാളെ ഈ നടിമാരിൽ നിന്ന് ഒരു അലിഗേഷൻ സന്തോഷേട്ടനെതിരെ വന്ന അതിൽ ഭയമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സന്തോഷേട്ടൻ മനസ്സിലാക്കുന്ന ഹേമ കമ്മിറ്റി? രണ്ടു മൂന്ന് ചോദ്യമാണ് ചോദിച്ചത്. അതെ. അപ്പോൾ അതിൽ ധാരാളം നടിമാരെ കൂടെ കണ്ടതല്ലേ, അവരോടൊപ്പം അഭിനയിച്ചതല്ലേ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും, ഒന്നിൽ കൂടുതലാ. അപ്പോൾ അതിലേതെങ്കിലും ഒരു പെൺകുട്ടി, എവിടെയോ കിടക്കുന്ന പെൺകുട്ടി, നിങ്ങൾ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അല്ല, അതിനാണല്ലോ നിയമങ്ങളുള്ളത്. അതിനാണ് എൻ്റെ ഉത്തരം. അതിനാണല്ലോ നിയമങ്ങളുള്ളത്. നിങ്ങളെന്താണോ ചെയ്തത്? കാരണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ കേരള സംസ്ഥാനത്ത് നടന്മാർക്കെതിരെ ഒരു പെൺകുട്ടി വരുമെന്നൊന്നും ഇവിടെ എഴുതിച്ചിട്ടൊന്നുമില്ലല്ലോ. ഏതൊരു പുരുഷനെതിരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് വന്നൂടെ? വരാം. കാരണം അത് മൂന്ന് രീതിയിൽ വരാം. ഒന്ന്, സീരിയസ്ലി നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധാരണ രീതിയിൽ വെരി നെക്സ്റ്റ് ഡേ തന്നെ ചെല്ലും. അപ്പോൾ സയൻറ്റിഫിക് തെളിവൊക്കെ. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യതയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നു. പിന്നീട് 10-20 വർഷം കഴിഞ്ഞ് അവർക്ക് പെട്ടെന്ന് സബ്ജക്റ്റായിട്ട് വന്നു, പണ്ടത്തെ കുട്ടിയാണ്, ആ മോളെ എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. പൈസ ചോദിക്കുന്നു, ഇല്ല. അയ്യോ എന്നെ ഫണ്ട് പീഡിപ്പിച്ചെന്നാണ് വരുന്നു. ഓക്കെ, അത് നിങ്ങൾ തെളിയിക്കുമല്ലേ എന്നുള്ള വേറെ വിഷയം. മൂന്നാമത്തെ കേസ്, നിങ്ങൾക്ക് ഒരിക്കലും ചെയ്ത് പരിചയമില്ലാത്തൊരു കുട്ടിയെ, നിങ്ങളെ ശത്രു, നിങ്ങളുടെ ഉയർച്ച കണ്ട് അസൂയ പൂണ്ട് ഒരു പെൺകുട്ടിയോട് അടി, നിനക്ക് ഞാൻ 5 ലക്ഷം തരാം, നീ ഒന്ന് അല്ലെ 10 ലക്ഷം തരാം, നീ ഇവൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കെതിരെ കേസാണ്. അവിടെ ആണുങ്ങളുടെ ഫോട്ടോയും ചരിത്രവും എല്ലാം ഫോട്ടോ വരികയില്ല. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് വരിക. ചിലർക്ക് സീരിയസ് ആണ്, ചിലർക്ക് പണ്ട് സംഭവം നടന്നിട്ടുണ്ട്, അവരുടെ സമ്മതത്തോടെ ആയിരിക്കും. അപ്പോൾ പൊതുവിൽ നിങ്ങളെ ചോദ്യത്തിലേക്ക് വരുന്നു, ഒരു കുട്ടി അങ്ങനെ വന്നു എന്ന് സങ്കല്പിക്കുക. അപ്പം ഞാൻ സാന്നിധ്യത്തിൽ ചോദിക്കാം, മോളെ എവിടെ വെച്ചിട്ടാണ് നടന്നത്? അല്ല, അത്രയെങ്കിലും നമ്മളൊന്ന് അറിയണമല്ലോ. കേസ് കൊടുത്താണല്ലോ. അതാണല്ലോ. അപ്പം നമുക്ക് അത്രയും അറിയണം. അത് അമേരിക്കയിൽ വെച്ചാണ് പീഡിപ്പിച്ചത്, ഓസ്ട്രേലിയയിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഏത് ദിവസമാണ്? ആഗസ്റ്റ് 11. ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രസ് മീറ്റ് വിളിക്കും. ആഗസ്റ്റ് 11 പറഞ്ഞ ദിവസം ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഞാൻ എൻ്റെ പാസ്പോർട്ട് കാണിക്കും. കുട്ടി പറയുന്നു അമേരിക്കയിലാണ്. ചേട്ടാ, ഞാൻ അന്ന് ഇവിടെ കേരളത്തിലാണ്, അന്ന് ഞാൻ തലശ്ശേരിയിലൊരു പ്രോഗ്രാമിലാണ്. ഈ കുട്ടി അമേരിക്കയിലാവുന്നതിൻ്റെ തെളിവുണ്ട്. ഞാനിവിടെയാണ്. പിന്നെ ഇവിടെയുള്ള ഞാനിങ്ങനെ പറന്നു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ വിദേശത്ത് നടന്ന ഒരു കാര്യമാണ് ആ വ്യക്തി പറയുന്നതെങ്കിൽ ഓപ്ഷൻ എ, നമ്മുടെ പാസ്പോർട്ട് കാണിച്ചാൽ മതി. അല്ല, ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി അതല്ല, ഈ പറയുന്ന ദിവസം എൻ്റെ സെറ്റിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ചോ, പിന്നെ എനിക്ക് വേറെ പാസ്പോർട്ട് കാണിക്കാമല്ലോ. ശരി, എത്ര മണിക്കാണ് നടന്നത്? അതെങ്കിലും ഒന്ന് അറിയണമല്ലോ. കുട്ടി പറയുന്നു ഉച്ചയ്ക്ക് 12:30-ക്കും 1 മണിക്കും ഇടയിലുള്ള 12:30-12:45 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് നടന്നിരിക്കുന്നത്. ശരി. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിഷ്വലും എടുത്ത സമയം ഏതാണെന്ന് അറിയാം. ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പം ഞാൻ അന്നത്തെ ഹാർഡ് ഡിസ്ക് എടുക്കുന്നു. ആഗസ്റ്റ് 11 നടന്ന ഹാർഡ് ഡിസ്ക് നോക്കിയാൽ മതിയല്ലോ. ഞാനൊരു ജഡ്ജി, നിങ്ങളിപ്പോൾ എല്ലാ ജഡ്ജിയാണ് മുന്നിലിരിക്കുന്നത്. ഞാൻ സർ, ആഗസ്റ്റ് 11 രാവിലെ 7 മണിക്ക് ഈ കുട്ടി എൻ്റെ സെറ്റിൽ വന്നിട്ടുണ്ട്. രാത്രി 9 മണി വരെ ഈ കുട്ടി ചെയ്തിരിക്കുന്ന മുഴുവൻ ചേട്ടൻ തന്നെ നോക്കിക്കും. 12 മണിക്ക് ഇവിടെ ഷൂട്ടിങ്ങിലാണ്. അത് കഴിഞ്ഞ് 12:45 ഷൂട്ടിലാണ്, 1 മണിക്ക് ഷൂട്ടാണ്, 1:30 വരെ ഷൂട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ ബ്രേക്കാണ്, 12 മണിക്ക് ശേഷം 9 മണി വരെ അത് കഴിഞ്ഞു. സർ, ഇതിന് ശേഷം ഞാൻ എപ്പോഴും ഇത്തിരി നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കേസിലൊക്കെ ഞാൻ CCTV ഉള്ള ലോഡ്ജിലെ കുട്ടികളെ വെക്കാറുള്ളൂ.
ബൈ ചാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ചളി ചവിട്ടി കാല് കണ്ട ആവശ്യമില്ലല്ലോ, മുൻകൂട്ടി നോക്കുക. അപ്പം ഞാൻ അടുത്ത് പറയും, സാർ 9 മണിക്ക് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് 9:30 ഈ കുട്ടിയെ അവിടെ ആക്കുന്നു. ഞാൻ കഴിയുന്ന എൻ്റെ വീട്ടിലാണ് നിൽക്കാറ്. ഞാൻ കഴിയുന്നതും ലോഡ്ജിൽ നിൽക്കാറില്ല, ദൂരെ വരുമ്പോൾ മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. കോഴിക്കോടാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ 9 മണിക്ക് ഹായ് എന്ന് ഈ കുട്ടി പറഞ്ഞതിന് അവരവിടെ തെളിവുണ്ട്. ഞാൻ റൂമിൽ നിന്നിട്ടില്ല, ഞാൻ റൂമിൽ പോയി വാളിന് മുട്ടിയിട്ടില്ല, ഞാനേ ഇല്ല, കുട്ടി മാത്രമേ ഉള്ളൂ അവിടെ. അല്ലെങ്കിൽ കുട്ടീൻ്റെ കൂടെ അഭിനയിക്കുന്ന 2 പെൺകുട്ടികൾക്ക് മാത്രമേ അവിടെ റൂം കൊടുത്തിട്ടുള്ളൂ. ആ വാതിൽ മുട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും CCTV വരുമല്ലോ. സന്തോഷ് പണ്ഡിറ്റ് ഉള്ളോട്ടേ കയറിയിട്ടില്ല. ആഗസ്റ്റ് 12 ഈ കുട്ടി രാവിലെ 7 മണിക്ക് ഞാൻ കുട്ടിയെ റിസീവ് ചെയ്യുന്നുണ്ട്. തെളിവാണല്ലോ. 12-ാം തീയതി 7 മുതൽ 9 മണി വരെ, ഏത് 11-ാം തീയതി 12:30-ക്കും 12:35-നും ഇടയിൽ പീഡിപ്പിച്ച കുട്ടി 12 മുതൽ 22-ാം തീയതി വരെ എൻ്റെ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്നു. അതിനുള്ള ഫുൾ തെളിവ് കൊടുത്തു. ഓക്കെ. ഇത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് പോകുന്ന സമയത്ത് ഞാനാണ് ഇവിടുന്ന് റിസർവ് ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ തെളിവ് കൊടുത്തു. അതിനിപ്പോൾ അവിടുന്ന് ഞാൻ ടിക്കറ്റ് എപ്പോഴും ഞാൻ ഇതിൻ്റെയൊക്കെ രേഖ വെക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ എന്താ, ഞാൻ അവിടെ പോയി നോക്കിയാൽ അറിയാലോ. ഇപ്പോൾ ഇന്ന ട്രാവൽസിലാണെങ്കിൽ അവർക്ക് നോക്കിയാൽ അറിയാലോ ആരൊക്കെ എവിടെയൊക്കെ പോയി. ശരി. ഇതിന് ശേഷം 10 ദിവസത്തിന് ശേഷം ഞങ്ങൾ രാജസ്ഥാനിൽ സോങ് എടുക്കാൻ പോയി. ഈ കുട്ടി അവിടുന്ന് കയറി, ഞാൻ ഇവിടുന്ന് കയറി. അവിടുത്തെ പോയതിൻ്റെ തെളിവ് എനിക്ക് കൊടുക്കാം. അന്ന് നടന്ന ഷൂട്ടിംഗ് കൊടുത്തു. ഇവിടെ ഞാൻ പീഡിപ്പിക്കുമെന്ന് പറയാം. അങ്ങനെ ഒരു ആൾ വരികയാണെങ്കിൽ ഇത്രയും തെളിവ് ഞാൻ കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിവിദഗ്ധമായി ഇതിനുള്ളിലൂടെ എന്തോ കളിച്ചോ എന്നായിരിക്കും ഇനി ചോദ്യം വരിക. ഞാൻ പറയും, സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, കുട്ടിയുടെ സമ്മതത്തോടെ ആയിരിക്കും. അപ്പോൾ സന്തോഷിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. സമ്മതത്തോടെ ആയതുകൊണ്ടാണല്ലോ അതിന് ശേഷവും എൻ്റെ കൂടെ മാത്രമല്ല ഈ വാട്സപ്പ് ചാറ്റ്, അത് നിങ്ങളിപ്പോൾ ഡിലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഇന്നേ വരെ നിങ്ങൾ ജീവിതത്തിൽ ആർക്കൊക്കെ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ കിട്ടും. അതൊന്നും അത്ര ഭീകരമായ വിഷയമല്ല. ഈ 11-ന് ശേഷം ഓരോ ദിവസവും ഈ കുട്ടി ഗുഡ് മോർണിംഗ് അയച്ചതും ഗുഡ് നൈറ്റ് അയച്ചതും നമ്മുടെ പുതിയ സോങ് എന്നാ റിലീസാവുന്നത് ചോദിക്കുന്നത്. ആ സോങ് എടുത്ത് സന്തോഷട്ടാ നല്ല വ്യൂസാണ് കേട്ടോ, ഇന്ന് 8 ലക്ഷം, നാളെ തന്നെ 10 ലക്ഷം കിടക്കും തോന്നുന്നു. ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട്, കുട്ടിയുടെ എടുത്തു. കാരണം ഇവിടെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ 11-ന് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും നമ്മളുമായിട്ട് ആ കുട്ടി ഇത് ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ കെട്ടിയിട്ടു എന്ന് പറയേണ്ടി വരും. കെട്ടിയിട്ട കുട്ടിയാണോ പിന്നെ ഇത്രയും ദിവസം വീണ്ടും വന്നു മെസ്സേജ് അയക്കുകയും അത് തന്നെ ഷെയർ ചെയ്തൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറയും, സാധാരണ ഗതിയിൽ നടന്നിട്ടില്ല. നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഈ പറയുന്ന സമയം പോലുമില്ല. ശരി, ഇത് ഞാൻ കൺവിൻസിങ് ആക്കി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തിരിച്ചൊരു പണി കിട്ടാനുണ്ട്. തുടക്കം ഞാനൊന്നും സംസാരിക്കില്ല, കോടതി ഈ കുട്ടി പറഞ്ഞ ലോജിക്കില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിക്കെതിരെ തിരിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും. 2 വർഷത്തേക്ക് ഈ കുട്ടി ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നു, കാരണം എൻ്റെ ഇമേജ് മോശമാക്കാനും ആളുകൾക്കിടയിൽ എത്തിച്ചെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടി വേറെ ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനാവാൻ ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള ഒരാൾ, അതായത് ഒറ്റ ലോജിക്കേ ഉള്ളൂ. ഈ പറയുന്ന സമയത്ത് എവിടെ ഒന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് തെളിവുണ്ടായാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കേസിൽ പല സ്ത്രീകൾക്ക് അറിയാത്തൊരു കാര്യമാണ്, നമ്മൾ അനാവശ്യമായിട്ട് ഒരു പുരുഷനെതിരെ നമ്മൾ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് ജിനിലി അവിടെ തെളിയിക്കപ്പെട്ടത്, സംശയാധിഷ്ഠിതമായിട്ടാണെങ്കിൽ ഓക്കെ, ഒരുവിധം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ 100% ഇത് കുട്ടി പറഞ്ഞത് കളവാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് 2 വർഷത്തെ തടവ് ഈ കുട്ടി ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയും ഒരു നിയമമുണ്ട്, പലർക്കും ഇവിടെ അറിയാത്ത കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടിക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും, എല്ലാം കഴിഞ്ഞിട്ട്. കാരണം ഞാൻ ക്ലീനാന്ന് തെളിയിച്ചല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ നമ്മളിപ്പോൾ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തിലാണെങ്കിൽ ഒന്നുകിൽ ഞാൻ ഏതെങ്കിലും ഷോപ്പ് ഇനോഗ്രേഷനോ അല്ലെങ്കിൽ അമ്പലത്തിലെ പരിപാടിയോ പള്ളിയിലെ പരിപാടിയോ ക്ലബിലെ പരിപാടിയിലോ ഉണ്ടാവും. എൻ്റെ 31 ദിവസമാണ് ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ ഇതേപോലെ ഓൺലൈൻ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ചാനൽ ഇൻ്റർവ്യൂസിലോ ആയിരിക്കും. അതും അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നമ്മളെ ഇൻ്റർവ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഷൂട്ടിങ്ങിലാണ് സിനിമയുടെ. അതും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ചാരിറ്റിയെ ബന്ധപ്പെട്ടിട്ട്, കാരണം ഇനോഗ്രേഷൻ വന്നാൽ അടുത്ത ദിവസം ഞാൻ ചാരിറ്റിക്ക് പോകും. കാരണം കിട്ടുന്ന പൈസ അധികം നമ്മൾ ചാരിറ്റിക്കാണ് കൊടുക്കല്, മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിയാൽ അറിയാം. അതും അല്ലെങ്കിൽ അപ്പോൾ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ചാരിറ്റി, ഇതും അല്ലെങ്കിൽ ഞാൻ ഡബ്ബിങ്ങിലോ ഇതിലായിരിക്കും. അപ്പോൾ അത് ഏതെങ്കിലും സ്റ്റുഡിയോ നിന്നാണ് നിങ്ങളിപ്പോൾ ഡബ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ തെളിവ് അവിടെയുണ്ട്. അതെ, അതിൻ്റെ ലൈക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ ഭക്ഷണം കഴിച്ച സ്ഥലങ്ങൾ എല്ലാം സാധാരണമായി എന്തിന് ഒരു ദിവസം ഒരു 100-300 ആളെ കൂടെ നിന്നിട്ട് എപ്പോഴും 2018 കാറൊക്കെ വിട്ടിട്ടാണ് ചാരിറ്റി ചെയ്ത്. അപ്പോൾ അതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്നെ ഇഷ്ടമുള്ള ഒരാളൊരു അലിഗേഷൻ വരികയാണെങ്കിൽ എനിക്ക് വളരെ ഈസിയാണ്. ആ പറയുന്ന ദിവസം ഒരു കുട്ടി പറയാണ് തിരുവനന്തപുരത്ത് നിന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ദിവസം ചിലപ്പോൾ വയനാടോ കോഴിക്കോടോ ആയിരിക്കും. എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ ദിവസം എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരുടെ അത് മാത്രം മതിയല്ലോ ഞങ്ങൾ ആ ദിവസം സന്തോഷം വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറേയൊക്കെ നമ്മളുടെ ഈ കിട്ടാവുന്ന കുറേയൊക്കെ റെസീറ്റ് ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ വെറുതെ
ഒരു KSRTC ഞാൻ ഒരു ദൂരെ സഞ്ചരിച്ചു 10 രൂപയുടെ ഒരു ടിക്കറ്റ് ആണെങ്കിൽ പോലും ഞാൻ വെറുതെ പെട്ടെന്ന് നശിപ്പിക്കാറില്ല, വെറുതെ ഞാൻ വീട്ടിൽ വയ്ക്കും. കാരണം നമ്മളെ നാടല്ലേ, ഏതെങ്കിലും പെണ്ണ് കണ്ടിട്ട് പീഡിപ്പിച്ചേ എന്ന് പറയുകയാണെങ്കിൽ നമുക്കപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, ഇനി വേറൊരു അലിഗേഷൻ വരികയാണെങ്കിലും. പക്ഷെ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല, കാരണം വെച്ചാൽ നമ്മുടെ 31 ദിവസം എവിടെയാണെന്നുള്ളത് നമ്മളതിലുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ആ ദിവസം ഈ കോഴിക്കോടോ വയനാടോ ഉള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് അപ്പുറം പോയിട്ട് ഇത് ചെയ്യുന്നത്, മലപ്പുറത്ത് പോകുന്നത് അല്ലേ? സന്തോഷേട്ടൻ അപ്പോഴും എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, സന്തോഷേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിരത്താൻ തെളിവുകളുണ്ട്. ഈ സന്തോഷേട്ടൻ്റെ ഇനി അത് സീരിയസ്ലി ചെയ്താണെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് ശിക്ഷ വാങ്ങിക്കും, മേടിക്കും. സീരിയസ് അല്ലെങ്കിൽ വേണം, തന്നെ വേണം, ശിക്ഷ കൊടുക്കണം. ഇപ്പം വേറെ ഒരാൾ സന്തോഷ് പണ്ഡിറ്റിനെ നശിപ്പിക്കാനായിട്ട് പൈസ കൊടുത്ത് ഒരാളെ വിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, സന്തോഷേട്ടൻ്റെ പേര്, വീട്ടുപേര്, സന്തോഷേട്ടൻ്റെ എല്ലാ ഇമേജും ഈ മാധ്യമങ്ങളെല്ലാം നെഗറ്റീവ് ആക്കുന്നു. എന്നിട്ട് സന്തോഷേട്ടൻ വന്നിട്ട് സന്തോഷേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രശസ്തിയുള്ളൂ? അതല്ല ഇപ്പൊ നടന്മാർക്ക്. മാത്രമല്ല അങ്ങനെ ഇനിയിപ്പോ കോടതി വെറുതെ വിട്ടാലും അത് ഒരു ചെറിയ കുഞ്ഞു കോളത്തിൽ ആളെ വെറുതെ വിട്ടു. അതാണ് എന്റെ ചോദ്യം. അപ്പൊ അതിന് മാറ്റം വരും. അതിനൊരു കാര്യം അത് മാധ്യമങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൽ അല്ല ഓവറാക്കാതെ നോക്കുക എന്നുള്ളതും. പിന്നെ എന്തിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരാൾ പറയുമ്പോൾ തന്നെ ചേട്ടാ ഒരാൾ എന്നെ ഇങ്ങനെ ഒരുത്തൻ എന്നെ തല്ലി എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് ഒരു ജെന്യൂനിറ്റി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി പറയാണ്, അപ്പം എന്നോടിപ്പോൾ ഒരു പെൺകുട്ടി പറയാണ്, ചേട്ടാ എന്നെ കഴിഞ്ഞ ദിവസം ഇന്ന ആൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട് സാർ. നമ്മളിപ്പോൾ ഒരാളെ നിർബന്ധപൂർവ്വം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മുറിവുകളുണ്ടാവും, പാടുകളും സംഭവിക്കും. നോട്ട് ദ പോയിന്റ്. അങ്ങനെയുണ്ട്. അല്ലാതെ ശരീരത്തിൽ തൊട്ടിട്ടേ എല്ലായിടത്തും പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടേതായ രീതിയിലൊരു ഇത് ചെയ്യുമല്ലോ. ഞാൻ എൻ്റെ ലോജിക്കാണ് പറയുന്നത്. ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മോളെ നിങ്ങൾ എന്താണ് അവിടെ, നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ മാനസികമായി തകർന്നു. ശരി, ഈ തകർന്നതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ 10 ലക്ഷം രൂപ, നിങ്ങൾ എൻ്റെ PA ആണ്, 10 ലക്ഷം രൂപ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. പക്ഷെ നിങ്ങൾ പറയാണ്, ഞാൻ പോകുന്നതിനിടെ ഒരു കള്ളൻ എൻ്റെ 10 ലക്ഷം കൊണ്ടുപോയി, സന്തോഷേട്ടാ ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അടിച്ചു മാറ്റി എന്നോട് പറഞ്ഞതാണോ, അതല്ല ശരിക്കും കള്ളം കൊണ്ടുപോയതാണോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്താണ് ഒരു PA ഇങ്ങനെ പറഞ്ഞതെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഈ PA പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാം. സംസാര രീതിയിലാണോ പറഞ്ഞത്? സംസാര രീതി മാത്രമല്ല, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു മാത്രം നോക്കിയാൽ മതി. 10 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ PA ആണ്, എടാ 10 ലക്ഷം രൂപ നീ ബാങ്ക് കൊണ്ടുപോയിട്ട് നിങ്ങളെ വിശ്വസിച്ച് ഞാൻ തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരുത്തനെ ഒറ്റ പിടുത്തെടുത്ത് അങ്ങ് കൊണ്ടുപോയി, ഞാൻ എന്താ ചെയ്യേണ്ട ഏട്ടാ? ഇതാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ 10 മിനിറ്റ് മതി ഇപ്പം പറയുന്നത് ശരിയാണോ തെറ്റാണോ പറയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ശരി, ഒരു കാര്യം നഷ്ടപ്പെട്ടു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ല ഞാനവിടെ എനിക്കപ്പോൾ ഒന്ന് വിശന്ന് ഞാനൊരു ഭക്ഷണം കഴിച്ച് ഒരു ബിരിയാണി കഴിച്ചു, ഞാനെന്ത് ചെയ്യാനെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്ന്, ഒരു ജെന്യുവനായിട്ടുള്ള വേറൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എന്തുകൊണ്ട് എന്നെ ആ സമയത്ത് വിളിച്ചില്ല? സന്തോഷേട്ടാ എനിക്ക് നിങ്ങളെ വിളിക്കുന്നതിനെക്കാട്ടി ഞാൻ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ പോലീസുകാരൻ്റെ അടുത്ത് പോയി, സാർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചു. കാരണം എനിക്ക് സന്തോഷമായിട്ട് വിളിക്കുന്നതിനെക്കാട്ടും സാർ അവരെ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇയാൾ രാത്രി വരുമ്പോൾ പോലും ഇയാൾ ചിലപ്പോൾ ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇയാൾ വിറയ്ക്കുന്നുണ്ട്, ഇയാളുടെ ശരീരം നോക്കിയാൽ അറിയാം ഇയാളാണ് പോയത്. ഒന്നുകൂടി ജിനിറ്റുള്ള വ്യക്തിയാണ്. ആ വ്യക്തി പറയും, സന്തോഷേട്ടാ എൻ്റെ തെറ്റാണ്, ആ പൈസ ഞാൻ തിരിച്ചു തരും കേട്ടോ, പക്ഷെ നമുക്ക് അവനെ വെറുതെ വിടരുത്, നമുക്ക് അടുത്തുള്ള CCTV നോക്കാമെന്ന് പറയും. അതേസമയം നിങ്ങളുടെ അറിവോടെയാണ് ഈ സംഭവം നടന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞു. അതേപോലെ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ പെൺകുട്ടി എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യില്ലേ? ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പാടുണ്ടാവില്ലേ? അതേസമയം 20 കൊല്ലം മുമ്പ് മറ്റവൻ പീഡിപ്പിച്ചു, സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ജഡ്ജിയുടെ മുന്നിൽ പോയിട്ട് ഒരു പെൺകുട്ടി പറയുകയാണ്, 20 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു സാർ, എനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞു, തന്നില്ല. ഇത് സ്ത്രീ പീഡനത്തിൽ വരുന്നില്ല. ഇതേപോലെ വരുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനെ വിശ്വാസവഞ്ചന എന്ന, നിങ്ങളിനി കഷ്ടപ്പെട്ട് പീഡിപ്പിച്ചതിൻ്റെ തെളിവടക്കം കൊടുത്താൽ പോലും ഇതിനെ വിശ്വാസവഞ്ചന എന്നാണ് പറയാം. കാരണം ഒരു ഫാക്റ്റ് നടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ സമ്മതം അവിടെ ഉണ്ടാകുന്നുള്ളൂ മാത്രമേ അവിടുത്തെ ചോദ്യമുള്ളൂ. പീഡിപ്പിച്ചോ എന്നുള്ള അല്ല വിഷയം. കാരണം പ്രായവൃത്തിയായ ഒരു പെൺകുട്ടി പ്രായവൃത്തിയായ ചെക്കൻ്റെ കൂടെ കിടക്കുന്നതിലോ കഞ്ചാരടിക്കുന്നതോ തെറ്റായിട്ട് ഇന്ത്യൻ പിന്നക്കോഡിലില്ല. ഒരുത്തൻ്റെ ഭാര്യയാണെങ്കിൽ പോലും അവൾ പറയുകയാണ് അവൾക്ക് പ്രായവൃത്തിയായ ഒരു ചെക്കൻ്റെ കൂടെ പോകണം. അല്ല
ഇവൾ എൻ്റെ ഭാര്യയാണ് സാർ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവൾക്ക് അവനില്ലാത്ത പ്രശ്നം എന്താണ്, ജഡ്ജിക്കാണോ? നിങ്ങൾക്ക് ഭാര്യ വേണ്ടെങ്കിൽ അതേസമയം ഭർത്താവിൻ്റെ ഒരു ക്ലെയിം ഉണ്ട്, സാർ അതുകൊണ്ട് എനിക്ക് ഡൈവേഴ്സ് തരണം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് കൊടുക്കും. സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. അല്ല അത് സാർ അത് കുറേ പ്രിവിലേജ് എന്ന് മാത്രം പറഞ്ഞുകൂടാ. അവർക്ക് കൂടുതൽ പല രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ ചില നിയമങ്ങൾ വെക്കുന്നതാണ്. പക്ഷേ ചില സ്ത്രീകൾ അത് മിസ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കുഴപ്പം എന്താണ്, സീരിയസ് ആയി വരുന്ന ഒരു പെൺകുട്ടിക്ക് അത് ഇല്ലാതെ പോകുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഉള്ള രണ്ടാമത്തെ ചോദ്യം ഉണ്ടായത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ജനറലി പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, 3 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഒരു ചാൻസിന് വേണ്ടി സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അതിൽ പറഞ്ഞ കാര്യം. ഒരു പവർ 15 ഉണ്ട്. ഓക്കെ, 2015 രൂപീകൃതമായതാണ് പവർ 15. ഈ പരിപാടി കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് പവർ 15? അതിലൊരുപാട് തവണ പറയുന്നുണ്ട്. 2015 15 പേർ ചേർന്നുണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പാണ് പവർ 15. അന്ന് 15 പേരുള്ളത് കൊണ്ടും അത് തുടങ്ങിയത് 2015 അവർ പവർ 15 എന്ന് പേരിട്ടത്. അതേസമയം പിന്നീട് സിനിമകളിൽ നിങ്ങൾ ഒരു സിനിമയെ ഭരിക്കുക, നിങ്ങളൊരു സിനിമ ഹിറ്റായാൽ പോരാ, പല സിനിമകൾ ഹിറ്റാക്കുന്ന സംവിധായകൻ, നടന്മാർ, ഏതെങ്കിലും രീതിയിൽ പവറുള്ള ഗ്യാങ്ങാ. അവരിവരടുത്ത് നേടാ എന്നെ ഒന്ന് അതിൽ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ ആഡ് ചെയ്യും. ഇപ്പം 53ഓളം പേരുണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. പവർ 15 ഇപ്പോൾ 15 അല്ല 53 പേരുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീ വിഷയം മാത്രമാണ്. ഏതൊക്കെ, അതായത് പൊതുവിൽ സിനിമ എന്ന് പറഞ്ഞാൽ 3ആണ്. ഹേമ കമ്മിറ്റിയിലേക്ക് വരാട്ടോ. അതിൽ പറഞ്ഞു തന്നെയാണ് ഒന്നുകൂടി തിരിച്ചു വരുന്നത്. എറണാകുളം മാഫിയ, തിരുവനന്തപുരം മാഫിയ, മട്ടാഞ്ചേരി മാഫിയ, 3 മാഫിയകൾ 3 തരം. അപ്പോൾ ഇതിൽ ചർച്ച ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. സ്ത്രീകൾ 2 തരം. ഒന്ന് കോപ്പറേറ്റീവ് നടിമാരും നോൺ കോപ്പറേറ്റീവ് നടിമാരും. ഈ വിഷയമാണ് പവർ 15 ചർച്ച ചെയ്യുന്നത്. ഓരോരുത്തരും ഇതിൽ 3 മാഫിയയിലെ ആളുകളും ഉണ്ട്. അപ്പോൾ പുതുതായിട്ടൊരു പെൺകുട്ടി വരികയാണെങ്കിൽ ഇവർ ചർച്ച ചെയ്യുന്നത് ഇത് കോപ്പറേറ്റ് ചെയ്യുന്ന നടിയാണോ കോപ്പറേറ്റ് ചെയ്യാത്ത നടിയാണോ. കോപ്പറേറ്റ് ചെയ്യാത്ത നടിയാണെങ്കിൽ തിരുനിർത്തിൻ്റെ അതിനെ അഭിനയിക്കാൻ അവസരം കൊടുക്കൂല. അതല്ലെങ്കിൽ ഒരു സിനിമ 2 സിനിമ, പിന്നെ ആ കുട്ടീനെ ആരും വിളിക്കൂല. കാരണം ഇവരിതിലിടും, എടാ അത് കോപ്പറേറ്റ് ചെയ്യാത്ത നടിയിട്ട് ഇവളൊന്നും വിളിക്കല്ലോ കേട്ടോ എന്ന്. പിന്നെ ഈ പവർ 15 ആണല്ലോ തീരുമാനിക്കുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത് നോ എന്ന് പറഞ്ഞാൽ നോയാണ്. ആരും അങ്ങോട്ട് പറയാൻ നിൽക്കുകയൊന്നുമില്ല. കാരണം ഇവരാണ് കൺട്രോളിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഇവരെ കൺട്രോളിലാണ്. ഇവർ പറയുന്ന ഇന്ന കുട്ടിക്ക് ചാൻസ് കൊടുക്കരുത് പറയുക, ആ പെൺകുട്ടിക്ക് ഒരു ചാൻസും കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇവൻ സിനിമ എടുത്ത് വെച്ച് വന്നു കഴിഞ്ഞാൽ അവനെ കുറേ പണി കിട്ടാനുണ്ട്. അതുകൊണ്ട് പറ്റില്ല. ഈ കോപ്പറേറ്റ് ചെയ്യുന്ന നടിമാർ, ഈ കോപ്പറേറ്റ് ചെയ്യുന്ന നടിമാർ 2 തരമാണ്. ഒന്ന്, നടിമാർ മാത്രം സഹകരിക്കുന്ന അവസ്ഥ. അതേസമയം നടിമാരും അവരുടെ അമ്മമാരും കിടന്നു കൊടുക്കുന്ന അവസ്ഥ. ഇതിനെ 2 in 1 എന്നാണ് പറയാം. അത് മലയാള സിനിമയിലുണ്ട്. അല്ല ഇതൊക്കെ ഹേമ കമ്മിറ്റിയെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അമ്മയും മോളും കിടന്നു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം നടിമാരെ ഇവർ പറയുന്നത് 2 in 1 എന്നാണ്. അപ്പോൾ നമ്മുടെ പവർ 15 ഗ്രൂപ്പിൽ ഇപ്പോൾ പുതുതായിട്ടൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ, എടാ ഇവള് കൊള്ളാം. അപ്പോൾ മറ്റവൻ ചോദിക്കും, ഇത് 2 in 1 ആണോ സിംഗിളാണോ? അത് സിംഗിളാണ്, കോപ്പറേറ്റീവ് നടിയാണ്. ശരി. അപ്പോൾ ഒരു സിനിമയിൽ വന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പോൾ ഇതിലത്തെ ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടി, ഇതിൽ വരുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ്. അപ്പോൾ ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കുന്നത്, ഞാൻ പവർ 15 ആളാണ്. ശരി, അതെ, നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം, നിനക്ക് റോഡ് തരാം. കുട്ടി പറഞ്ഞു, ചേട്ടാ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് താല്പര്യമില്ല. വെരി ഗുഡ്. അപ്പോൾ ഇവൻ ഇവിടെ നോക്കി, ഇവിടെ മറ്റേ പവർ 15 പറഞ്ഞിട്ടുണ്ടല്ലോ ആണെന്ന്, നീ മറ്റവൻ്റെ സിനിമയിൽ ചെയ്തതല്ലേ? ഞാൻ സഹകരിച്ചില്ല. അപ്പോൾ ഇവൻ മറ്റവനെ വിളിച്ചു, നീ അതിൻ്റെ വീഡിയോ ഇടും. ഇവരധികം ഇങ്ങനെ വരുന്നവരുടെ വീഡിയോ എടുത്ത് വയ്ക്കും. നേരെ ഈ വീഡിയോ ഇവന് അയച്ചു കൊടുക്കും. ഈ വീഡിയോ ഇവൻ കൊടുക്കും, ഇത് നീയല്ലേ, ഇത് നിൻ്റെ അമ്മേൻ്റെ വീഡിയോ അല്ലേ? ഇനി കുട്ടിക്ക് അവിടെ ലോക്കാം, കുട്ടി പെട്ടു. ഇനി ജീവിതകാലം ഇവിടെ മരിക്കുന്ന അന്ന് വരെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ, ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ വീഡിയോയുടെ പേരിൽ പെൺകുട്ടി പെടും. അപ്പോൾ പിന്നെ ഈ കുട്ടിക്ക് ഓപ്ഷൻ ഇല്ല. കാരണം ഈ കുട്ടിയെക്കുറിച്ച് ആദ്യം മറ്റാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, കോപ്പറേറ്റീവ് നടിയാണ്, അതിൻ്റെ തെളിവടക്കം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പവർ 15 പ്രധാന ചർച്ച എന്ന് പറയുന്നത് പെണ്ണ് വിഷയമാണ്. ഇതാണ് ഒരു വശം. അപ്പോൾ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ പറയുന്ന കാര്യം, സഹകരിക്കാത്ത പെൺകുട്ടികൾക്ക് അവസരമില്ല. ഇല്ല. അപ്പോൾ ഇനി അതിൽ കുറേ കുട്ടികളിപ്പോൾ ജൂനിയറായിട്ട് ഇപ്പോൾ ഇന്നത്തെ മലയാള സിനിമയിൽ ലൈവായി നിൽക്കുന്ന സ്ത്രീകൾ ഇതുവരെ വന്നിട്ടില്ല. പോയിന്റ് ഇന്ന് വരെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പൊതുവെ കൂടുതലും വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ അതെങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, നമുക്കത് പറയാം. ഈ 10 വർഷം മുമ്പ്, 9 വർഷം മുമ്പ്, 20 വർഷം മുമ്പൊക്കെ പീഡിപ്പിക്കപ്പെട്ട കേസ് ഞാൻ പറയുന്നു തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് പെൺകുട്ടികൾക്ക്. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലാകെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ജെന്യൂനിറ്റി എന്നുള്ളൊരു പ്രശ്നം വരും.
അപ്പോൾ ഒരു നടൻ 10 വർഷം മുമ്പ് പീഡിപ്പിച്ചു. അപ്പോൾ ഒരു നടൻ പറയാണ് 10 വർഷം മുമ്പേ എനിക്ക് ഇവളെ അറിയില്ല, ഞാൻ ആയുസ് ഇവളെ കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് ഈ പെൺകുട്ടിക്കാണെങ്കിൽ, പക്ഷെ അവിടെ കറക്റ്റ് കാര്യം നടന്നായിരിക്കണേ. ആ പെൺകുട്ടിക്ക് കൃത്യം തെളിവുണ്ട്. പെൺകുട്ടി പറയാണ് തിരുവനന്തപുരത്ത് എന്നെ ലോഡ്ജിലാണ്. ഇവൻ പറയുന്നത് തിരുവനന്തപുരത്ത് അന്ന് ഞാനില്ല. പക്ഷെ ഈ പെൺകുട്ടി പറയുന്ന ദിവസവും ആ നടൻ അവിടെയുണ്ട്. ഇവിടെ ജെന്യൂനിറ്റി പൊട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്ത് ഒരു ജെന്യൂനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം, പറയുന്നതിനൊരു ഇത് വേണ്ടേ. അപ്പം പോലീസിന് തുടക്കം തന്നെ അയച്ചില്ല. അപ്പം ഇപ്പം പറഞ്ഞതല്ലല്ലോ, ഇയാൾ അവിടെ ഉണ്ടല്ലോ. അപ്പം ഞാനെന്ത് ചെയ്യാൻ, എനിക്ക് മറന്നുപോയി കേട്ടോ. അവിടെ ഒരാളുടെ പൊളിഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടെന്നുള്ളൂ, ഈ പെൺകുട്ടി ഇല്ല. പോലീസ് വിദഗ്ധമായി അന്നത്തെ ഇതെല്ലാം എടുക്കുന്നു. അപ്പോൾ അവിടെ വിസിറ്റേഴ്സായി വന്നതിൽ ഈ പെൺകുട്ടിയുണ്ട്. ശരി, ഇനിയിപ്പോൾ എന്താ പറയാൻ പറ്റുക? അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടി റൂമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വേറൊന്നും നടന്നിട്ടില്ല. അതിന് തെളിവുകളില്ലല്ലോ. അതിനെ കൂടി ആ പെൺകുട്ടി തെളിവ് കൊടുത്താൽ ഇയാളെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പം അവിടെ പെട്ടു. ഇതാ ഞാൻ ഇവിടെ തുടക്കേ പറയുന്ന കാര്യം. ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മളുടെ ഒരു ആധികാരികത, അത് ഒരു കള്ളനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആധികാരികത? നിങ്ങൾ ആ പെൺകുട്ടി പറയുന്നത് ശരിയാണ്, നിങ്ങൾ ഡിഫെൻസ് ഓൺലി ഡിഫെൻസ് ആണ്. അത് ഞാൻ പെൺകുട്ടി വെറും കളമാണ് പറയുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാവും, ഇത്രയല്ലേ വരവുള്ളൂ, ഞാൻ ചെയ്യാത്ത തെറ്റല്ലേ എന്നൊരിതുണ്ടാവും. പക്ഷെ നമ്മൾ ആക്ച്വലി ചെയ്തതും അതേസമയം ഇങ്ങനെ വരുമ്പോൾ അവിടെ ആധികാരികത, ഒരു ജഡ്ജിയുടെ മുന്നിൽ ഇതൊരു മാനക്കേടാണ്. സാർ എനിക്ക് തീരെ അറിയില്ല, ഇതിപ്പോൾ അതല്ലേ ആ റൂമിൽ, നിങ്ങൾ ആ റൂമിൽ വന്നിട്ടില്ല സാർ, റൂമിലൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേ ഇയാൾ ഫസ്റ്റ് പറഞ്ഞത് ഇപ്പം പറഞ്ഞത് തമ്മിലുള്ളൊരു വ്യത്യാസം വന്നു. അപ്പം നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇമേജ് അവിടെ പോയി. അതെ, മനസ്സിലാക്കണം. അപ്പോൾ ഇനി അവിടെ എന്ത് നടന്നു എന്നുള്ളത്, അതല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 10 വർഷമൊക്കെ ആയിട്ട് എനിക്ക് അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയുടെ കേസ്, ആ പെൺകുട്ടി ഒരു ആക്രമണം നടന്ന് ഉടനെ തന്നെ കൊടുത്തു. ആ പെൺകുട്ടിയുടെ കേസ് കറക്റ്റാണ്. കാരണം അവിടെ മെഡിക്കൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, എല്ലാ തെളിവുമായി. അപ്പം അത് പൾസർ സുന്നിയോടൊപ്പം പൾസർ സുന്നി തന്നെയാണോ എന്നുള്ളത് ആ സൈഡാണ്. ഇറങ്ങി അത് ഒരു സൈഡ്. ഞാൻ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തോ ഇല്ല അത്തരം കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ പെൺകുട്ടിയുടെ സൈഡ് കറക്റ്റാണ്. ഇങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യേണ്ടത്. അവിടെ ഒരു ജെന്യൂനിറ്റി ഉണ്ടാവും. ഇത് 10 വർഷത്തിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവിടെ കോടതിക്ക് തീരുമാനിക്കാം റൂമിൽ എന്ത് നടന്നു, അല്ല റൂം വരെ എത്തി, ഇങ്ങനെ ഒരു തോന്നുന്നു. ഞാൻ പറയുന്നു ഇവിടുത്തെ എല്ലാ നടന്മാരും സംവിധായകർക്ക് ചിലപ്പോൾ ചെറിയ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് ഇവന്മാർക്ക് വലിയ ആരാധകരൊന്നും ഇല്ലല്ലോ. അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പൊ എത്രമാത്രം ഇവരോട് സഹകരിക്കുന്നു പറയാൻ പറ്റില്ല. നടന്മാരെ കേസ് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ജനറലി നടന്മാരെല്ലാം രക്ഷപ്പെടുന്നുള്ളതാണ് എനിക്കിതുവരെയുള്ള എൻ്റെ ഒരു. അതേസമയം ഈ നടന്മാർ ഇത്രയും അബദ്ധങ്ങൾ കാണിക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ജെന്യൂനിറ്റി സൈഡിൽ പറഞ്ഞ് നമ്മൾ തന്നെ പറഞ്ഞ് ഇങ്ങനെയാവരുത്. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നടന്മാർ കട്ടയ്ക്ക് നിൽക്കുകയും ഈ പെൺകുട്ടിക്ക് അത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഇതിൽ എല്ലാ നടന്മാരും എസ്കേപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. സംവിധായകർക്ക് മാക്സിമം ചെറിയൊരു ശിക്ഷ കിട്ടാം. ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കലൊക്കെ വരുള്ളൂ. റോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈപിടിച്ചു കാലുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. സന്തോഷേട്ടാ, അപ്പോൾ ഹേമ കമ്മിറ്റിയും കൊണ്ട് ഒരു ഗുണവുമില്ലെന്നാണ് സന്തോഷേട്ടൻ പറയുന്നത്. പുതുതായി സിനിമ, സീരിയൽ, ആൽബം, വെബ് സീരീസ്, ആങ്കറിങ്ങിലേക്കൊക്കെ വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടുന്നു എന്നുള്ള ഒരു ഗുണം, അത് വലിയൊരു ഗുണമാണ്. അതായത് ഇപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിളിക്കുകയാണെങ്കിൽ മോളെ ചേട്ടാ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അത് പിന്നെ ഇവിടെ ചില സിനിമയല്ലേ ഫീൽഡല്ലേ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ വളരെ വളഞ്ഞ് മൂക്ക് പിടിച്ച്, അതായത് കിടന്നു തന്നാലേ ചാൻസ് ഉള്ളൂ എന്നുള്ളത് പറയണം. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടി ഒരു തരികിടയാന്ന് വിചാരിച്ചോ, ഞാൻ പവർ 50 ഒരാളാണ്, അപ്പോൾ ഞാൻ അവരെ വിളിച്ച മോളെ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യം, ഞാൻ പറയൂ സാർ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വായിച്ചില്ലേ എന്നൊരു ശരി കുട്ടി വായിച്ചു സാർ. അപ്പോൾ അതിലുള്ള പോലെയൊക്കെ കാര്യങ്ങൾ വേണം. ശരി, നിൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ വിട് സാർ. ഞാനല്ലേ അഭിനയിക്കുന്നുള്ളൂ, എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ എന്തിനാ? അപ്പോൾ നമ്മൾ പറയും റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ മോള് മാത്രമല്ല അമ്മയും വേണമെന്ന്, അതുകൊണ്ട് രണ്ടാളെയും ഫോട്ടോ വിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് അധികം കഷ്ടപ്പെടാതെ ആ കുട്ടിയേക്ക് പറയാം ഇതാണ് സംഭവം എന്നുള്ളത് പറയാം. അപ്പോൾ ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു തീരുമാനം എടുക്കാം. ഇതൊക്കെയാണ് മലയാള സിനിമ. അവിടെ അഭിനയത്തെക്കാൾ കൂടുതൽ എല്ലാവരും അല്ലട്ടോ, വെറുതെ കേൾക്കുമ്പോൾ നല്ല മനുഷ്യന്മാരും ഉണ്ട്. ഒരു 50-50 എടുക്കാം. എല്ലാ രംഗത്തും ഉണ്ട്. എല്ലാ രംഗത്തും ഇതേപോലുള്ള സംഭവങ്ങൾ. മറ്റുള്ള രംഗത്ത് ഒരു 5% ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു 50%. അങ്ങനെ ചെറിയ വ്യത്യാസം. പക്ഷെ മറ്റുള്ള രംഗത്ത്
എല്ലാ രംഗത്തും 5%, മലയാള സിനിമയുടെ ഒരു 50%. സ്ത്രീ ചൂഷണവും മറ്റതൊക്കെ എല്ലാ രംഗത്തും തന്നെയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്കൊരു, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. രാത്രി നിങ്ങളെ വാതിൽ മുട്ടും, ഇങ്ങനെയുള്ള പലരും. അപ്പോൾ ഇതൊക്കെ സഹിച്ചുകൊണ്ട് വേണമെങ്കിൽ വന്നു, അല്ലെങ്കിൽ വരണ്ട എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഒരു സർക്കാർ ഒരു ഇത് തുടങ്ങിയതുകൊണ്ട് ഒരു ഇൻഡയറക്റ്റ്ലി ഒരു പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടും. ഇതാണ് ഇതിൻ്റെ ഗുണവശം. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ശരിക്കും ഇതിനൊരു മറുപടി ശരിക്കും എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മുമ്പ് കൂടെ ചിന്തിക്കുക. 1974 വിജയശ്രീ എന്ന നടിയുടെ മരണം. അല്ല, അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നതിനിടയിൽ അവരുടെ ഡ്രസ്സൊന്ന് അഴിഞ്ഞു വീഴാണ്. അപ്പോൾ ക്യാമറമാൻ അത് സൂം ലെൻസ് യൂസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ നഗ്നത പകർത്തും. 3 വർഷത്തിനിടയിൽ 65 സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ് വിജയശ്രീ. 3 വർഷത്തിനിടയിൽ 21 വയസ്സിലാണ് മരിക്കുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ആർക്കും അറിയില്ല. എനിക്കറിയില്ല എന്നല്ല, ആർക്കും അറിയില്ല. അന്നത്തെ ടോപ്പ് നടിയാണ്, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു 74 ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ കുട്ടിയുടെ ഈ വിഷ്വൽ വെച്ച് പിന്നെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ അന്നത്തെ പവർ 15 എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പ്രമുഖ ചില നിർമ്മാതാക്കളാന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല ഇന്നത്തെ പ്രമുഖരാണോ? ഇന്നത്തെ പ്രമുഖരല്ല, അന്നത്തെ കാലത്തെ പവർ 15 അല്ല, അതൊക്കെ എല്ലാ രംഗത്തും ഉണ്ട്. അപ്പോൾ ഈ പവർ 15 ഒരു മറ്റുള്ള നിർമ്മാതാക്കളുടെ സിനിമയിൽ പോകാൻ പാടില്ല, ഇനി മുതൽ എൻ്റെ സിനിമയിലേ വരാൻ പാടുള്ളൂ എന്ന് ഈ സിനിമേൻ്റെ നിർമ്മാതാവ് പറഞ്ഞു എന്നൊക്കെയാണ് കരക്കമ്പി. ശരിയാണെന്നറിയില്ല. അവസാനം ഈ പെൺകുട്ടിക്ക് പിന്നെ വർക്കില്ലാതാവും. അങ്ങനെ വരുമ്പോൾ അവസാനം ഈ വിഷ്വൽ വെച്ച് പലരും ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി പോയിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കുട്ടി തൂങ്ങി നിൽക്കുന്നു. ആത്മഹത്യ ചെയ്താണോ കൊലപാതകമാണോ എന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഈ കുട്ടി 2 സിനിമ ചെയ്യുന്നുണ്ട്. ആ സിനിമ പകുതി വെച്ചിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അവരോട് അടുത്ത ചൊവ്വാഴ്ച സിനിമ തുടങ്ങിക്കുമെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാണിപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻ തരുന്നത്. അന്ന് തന്ന ഇൻഫർമേഷൻ ഇത് കൊലപാതകമാണ് എന്ന് അവരാണ് പറയുന്നത്. കാരണം ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ ഒരാൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്, വിഷയം അങ്ങനെ മോശമായി വരുന്നു. പറ്റും ചുരുക്കി. പക്ഷെ ആ ഒരു സിനിമ തീർത്തിട്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. കാരണം ഇമ്മീഡിയറ്റ്ലി വന്ന ഒരു സംഭവം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഈ സംഭവം വരുന്നത്. അപ്പോൾ അതൊന്ന്. അപ്പോൾ അവരേന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞിരിക്കുന്നത് ഒരു വിജയശ്രീ മരിച്ചു എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്കെതിരെ പണി കൊടുക്കരുത് കേട്ടോ, കൊടുക്കരുത്. അതും വെച്ച് മലയാള സിനിമയെ തകർക്കരുത്. ഒരു സൂപ്പർ സ്റ്റാർ, അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞു. വേറെ സൂപ്പർ സ്റ്റാർ പറഞ്ഞു വിജയശ്രീക്ക് മലയാള സിനിമയിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നിനും തെളിവില്ല. മരിച്ചോടെ പിന്നെ ഒന്നിനും തെളിവില്ല. എന്താ അതൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇതിനു മുമ്പും 2 തവണ ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അന്ന് എന്തോ രക്ഷപ്പെട്ടു, 3-ാം തവണ മരിച്ചു, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ചിലർക്കൊന്നും സംസാരമില്ല. ഞാൻ പറയുന്നു 1974 അതിൻ്റെ സത്യം എന്തോ ആവട്ടെ, അന്നത്തെ സർക്കാരിന് ഒരു മിനിമം ബോധം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ ഹേമ കമ്മിറ്റി പോലുള്ള ഒരു കമ്മിറ്റി അന്ന് വെച്ചിരുന്നുവെങ്കിൽ ഇനി 2024 ഹേമ കമ്മിറ്റിയുടെ ആവശ്യം വരില്ലായിരുന്നു, ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. കാരണം ആ കമ്മിറ്റി അന്ന് തന്നെ ഇതേപോലുള്ള, ഞാൻ പറയുന്നു നിങ്ങൾ ഭയങ്കര സന്തോഷവതി, അന്ന് വരെ ഭയങ്കര ഹാപ്പി, ഇത്രയും ഹാപ്പി ആയ ഒരാൾ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കരിയറിൻ്റെ പീക്ക് ടൈമിലാണെന്ന് കൂടെ ആലോചിക്കണം. അന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായത് നമുക്കറിയില്ല, ആളുകൾ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലുള്ള സ്ത്രീകളുടെ ചൂഷണം ഉണ്ടോ എന്ന് പറഞ്ഞ് അതിന് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയുന്നു പോട്ടെ കഴിഞ്ഞതിന്. പക്ഷെ ഇവിടെ ഒരു കോഇൻസിഡൻസ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 1974 ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ആ ദിവസമാണ് ഇവിടെ 4.5 വർഷം പൂർത്തിയതിന് ശേഷം നമ്മുടെ ഇത് വരുന്നത് ഒരേ ദിവസമാണ്. കോഇൻസിഡൻസ് ആണ്. കാരണം 2019 വരേണ്ടതായിരുന്നു. അപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും പ്രമുഖ സംവിധായകരുടെയും പേരൊക്കെ ഉണ്ട്, അവർക്കൊരു വിഷമമാവെന്ന് കരുതിയിട്ട് നമ്മളത് പുറത്ത് വിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു ടാക്സ് എടുത്തിട്ടാണല്ലോ ഒരു കമ്മിറ്റി വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ഈ റിപ്പോർട്ട് വെക്കണം, ശരിയോ തെറ്റോ എന്നൊക്കെ പിന്നീടുള്ള വിഷയമാണ്. അപ്പോൾ അതിൽ ചില പ്രമുഖ നടൻ്റെ പേരുണ്ട്, പ്രമുഖ സംവിധായകൻ്റെ പേരുണ്ട്, ഇടാൻ പാടില്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റും. ഇത് പ്രൈവറ്റ് റിപ്പോർട്ടല്ലല്ലോ. നിങ്ങൾ പ്രൈവറ്റ് ഒരു റിപ്പോർട്ട് തുടങ്ങിയാൽ അത് ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് പകരം ഞാൻ മനസ്സിൽ വിചാരിക്കും ഇത് സന്തോഷ് പണ്ഡിറ്റിനെയായിരുന്നു അന്ന് സർക്കാർ ഏൽപ്പിച്ച് വിചാരിച്ചു. അതായത് പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ 2018 ഈ ഒരു അല്ല അതല്ല എന്നെയാണ് ഏൽപ്പിച്ചതെന്ന് സങ്കല്പിച്ചോളൂ. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സിനിമേൻ്റെ പേരിൽ ഇവിടെയാണ്.
ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടക്കുന്നു, പല കൊലപാതകങ്ങൾ നടക്കുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. അതേപോലെ ഇവിടെ കല്ല്, കഞ്ചാവ് അതിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ട് 3 ആളെ കൂടി എനിക്ക് എക്സ്ട്രാ വേണം. 3 ആളെ കൂടി വേണം. ഒരു IPS ഓഫീസർ വേണം, ഒരു SI വേണം, ഒരു കോൺസ്റ്റബിൾ വേണം. കാരണം ഞാൻ കേരള സംസ്ഥാനത്ത് എത്ര വെജിറ്റേറിയന്മാരുണ്ട്, എത്ര നോൺ വെജി ഉണ്ട് എന്നല്ലല്ലോ ഞാൻ അന്വേഷിക്കുന്നത്. കേരളത്തിലെ ഓരോ ജില്ലയിൽ എത്ര മഴയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ അന്വേഷിക്കുന്നത് ഇവിടുത്തെ ലൈംഗിക ചൂഷണം, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, മാഫിയകൾ, അതേപോലെ കഞ്ചാവ്, MDMA, ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലേ? അത് ഞാനിങ്ങനെ എഴുതിയെടുക്കുകയാണോ? ഒരു കുട്ടി പറയാൻ, ചേട്ടാ ഇവിടുത്തെ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും MDMA, ഒരു രക്ഷയില്ല. മറ്റവൻ എന്നെ 10 ആളിൻ്റെ റൂമിൽ വെച്ച് മുട്ടി എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു സാർ എന്ന് പറയുമ്പോൾ, ഓഹോ പീഡിപ്പിച്ചു അല്ലേ, നിസ്സാരമായിട്ട് തള്ളിക്കളയുക. അല്ല, ഞാനത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു ക്രിമിനൽ ആക്ടിവിറ്റിയെ കുറിച്ചാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസുകാരൻ വേണ്ടേ? കാരണം ഈ വരുന്ന കുട്ടിയോട് നമുക്ക് എന്താ ചോദിക്കാനുള്ളത്? മോളെ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിനക്കത് കേസായി തരാൻ പറ്റുമോ ചോദിക്കുക. കേസൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിയുടെ താല്പര്യത്തോടെ ചെയ്തതല്ലേ. അപ്പം ഞാൻ എഴുതിയെടുക്കുന്നുമില്ല. ഞാനാണ് ജഡ്ജിയെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, നീ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ശരി, ഇന്ന ദിവസം എന്നെ സംഭവിച്ചു, ഉറച്ചു നിൽക്കുന്നുണ്ടോ? തെളിവുണ്ടോ? സാർ അതിന് വീഡിയോ തന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് സാർ, വീഡിയോ നോക്കി സംഭവം ഓക്കെയാണ്. നീ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കേസ് സാർ അത് 2019 അവർ കൊടുത്തു. 1.5 വർഷം ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്യില്ല. ഞാൻ പറയുന്നത് സ്പോട്ടിൽ നടന്നതിന്റെ 2 ദിവസത്തിനുള്ളിൽ ചെയ്തോണം. അല്ല, അതുമല്ല, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്ന് പറഞ്ഞു എന്ന് കരുതിക്കോ, ആ സ്പോട്ടിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയും കേസെടുക്കുക. എന്നിട്ട് 1.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് കൊടുക്കുമ്പോൾ ഏതൊക്കെയോ പ്രമുഖ നടിമാരെ, ഏതൊക്കെയോ പ്രമുഖ സംവിധായകർ, ഏതൊക്കെയോ പ്രമുഖ ഹോട്ടലിൽ കൊണ്ടുപോയി, ഏതൊക്കെയോ പ്രമുഖ സിനിമകൾക്കിടയിൽ ലൈംഗിക ചൂഷണം നടത്തിയെന്നല്ല, ഇന്ന ലൈംഗിക ചൂഷണം ഉണ്ടായി, അവിടെ ഞങ്ങൾ FIR ഇട്ടു, ഇന്ന നടന്മാരെ ഓൾറെഡി അറസ്റ്റിലാണ്, ഇതാണ് റിപ്പോർട്ട്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പോക്സോ അടക്കമുള്ള കേസുകൾ അതിലുണ്ട്. ഇതിങ്ങനെ നമുക്ക് ചുമ്മാ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോക്സോ ഒക്കെ നടക്കുന്നുണ്ട് ഇട്ടോ എന്നാണോ പറയേണ്ടത്? അല്ല, അവിടെ സ്പോട്ടിൽ തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ പറയും, അല്ല അതിപ്പോൾ പ്രമുഖൻ്റെ പേര് പറയുമ്പോൾ പ്രമുഖ സംവിധായകൻ, പ്രമുഖ നടൻ, അവരുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനൊന്നും പറയാനില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നു, അന്ന് തന്നെ കേസെടുത്ത് പോകേണ്ടതാണ്. അത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവരെ സൈഡ്. ഇനിയെങ്കിലും സർക്കാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞ 4.5 വർഷത്തിന് ശേഷം ഇതിലെ ഏറ്റവും വലിയ കോയിൻസിഡൻ്റ് ആണ് 2019 കിട്ടിയതിന് ശേഷം 4.5 വർഷം പിടിച്ചു വയ്ക്കുകയല്ല, എന്താ ചെയ്യേണ്ടവർക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. കാരണം മെയിൻ ആളുകളൊക്കെ ഉണ്ടല്ലോ, പേരിലുണ്ട്. അപ്പോൾ 4.5 വർഷത്തിന് ശേഷം അവസാനം ഒരാൾ വിവരാവകാശം വെച്ച് കൊടുക്കുന്നു. വിവരാവകാശ കമ്മീഷണർ 2019 കൊടുക്കില്ല എന്ന് പറഞ്ഞാണ്. നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് അയാൾ മാറിയെന്ന് തോന്നുന്നു. അപ്പോഴാണ് പുതിയ ആൾ പറഞ്ഞ് അങ്ങ് കൊടുക്കാം, കാരണം ജനങ്ങളെ ടാക്സ് കൊണ്ടുണ്ടെന്നാൽ അത് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അയാൾ വിശ്വസിച്ചു കൊടുക്കുകയും ചെയ്ത് പണിപാളി. ഈ 2024 ഇത് പുറത്തു വരുന്ന ദിവസം എന്ന് പറയുന്നത്, ആ പെൺകുട്ടി 1974 ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ആ ദിവസമാണ് ഇത് പുറത്തിറങ്ങുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു കണ്ണീരായിരിക്കും അല്ലേ? വിജയശ്രീയുടെ കൊലപാതകവും മരണവും ആയിക്കോട്ടെ, എന്തായാലും ഭയങ്കര സന്തോഷം കൂടിയിട്ട് ഒരാളേതായാലും ആത്മഹത്യ ചെയ്യില്ലല്ലോ. ആ കുട്ടിയുടെ കറക്റ്റ് 50-ാം വർഷം കറക്റ്റ് റൗണ്ട് പീരീഡിലാണ് ഇതിറങ്ങുന്നത്. അപ്പോൾ അന്നൊരു ഉരുൾപൊട്ടലാണ്, ഇന്ന് അടുത്ത ഉരുൾപൊട്ടിയത് കൃത്യം 50 വർഷത്തിന് ശേഷം. പക്ഷേ ഈ പൊട്ടൽ ഒരു വാർത്തയായിട്ട് പോകാൻ ഇതിനൊരു നിയമ നടപടികൾ ഉണ്ടാവുമോ? ഞാൻ പറയുന്നു, ഇതിൽ ചെയ്യാവുന്ന കാര്യം ഇനിയെങ്കിലും സർക്കാരിന് ഈ വിഷയത്തിൽ സീരിയസ് ആണെങ്കിൽ ചെയ്യാവുന്ന സാധനം എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു പുതിയ സംഘടന തുടങ്ങാം. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രത്യേക മാഫിയക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്, 3 മാഫിയ. അച്ഛനില്ലാത്ത അമ്മയായിട്ട് മാറി സംഘടന. അല്ല, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ 3 മാഫിയകൾ, ഞാൻ അതിൽ നടന്മാർ തമ്മിലുള്ള യുദ്ധം ഫസ്റ്റ് കമ്മിറ്റി വരുന്നപ്പോൾ 3 മാഫിയകളും ലക്ഷത്ത് മേടിച്ചു. പിന്നെയാണ് അതിലെ ചില പ്രത്യേക മാഫിയയിലെ നടന്മാർക്കെതിരെയാണ് കൂടുതൽ. എന്നാൽ പിന്നെ ഇവന്മാർക്കിട്ട് പണി കൊടുക്കാം, ചുളിവിൽ ചില സംഘടനകളെ ഹൈജാക്ക് ചെയ്യാം, വാട്ടവർ, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇനി പുതിയൊരു സംഘടന വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ നടക്കുന്ന ചൂഷണങ്ങളോ ഇതൊന്നും തന്നെ ഒരു സംഘടന വിചാരിച്ച് എന്ത് ചെയ്യാനാണ്? നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് സർക്കാർ വിചാരിച്ചാൽ പറ്റും. സാഹചര്യം ഒഴിവാക്കാം, മൊത്തമായിട്ടല്ല ഞാൻ പറയുന്നത്, എല്ലാവരെയും കൊണ്ട് ഉൾപ്പെടുത്തി ഒരു സംഘടന തുടങ്ങണം. അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാഫിയക്കാരൻ തുടങ്ങിയാലൊന്നും നടക്കില്ല. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയയിൽ ഒരാൾ എല്ലാവരും ഉൾപ്പെടുത്തി ഞാനൊരു സംഘടന തുടങ്ങുന്നു, ആരും ചേരൂല. അത് തിരുവനന്തപുരം മാഫിയക്കാരൻ പറയണേ ഞാൻ ഒരു, അപ്പോൾ തിരുവനന്തപുരത്ത് 10 ആൾ കയറും. അതെ, ഇതൊന്നും അല്ലല്ലോ വേണ്ടത്.
ഒരു 500 രൂപയോ 1000 രൂപയോ കൊടുത്ത് ഒരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റണം. ഒന്നാമത് ഈ ലക്ഷങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത്രയൊന്നും ഒരു സാധാരണക്കാരനെ താങ്ങൂല ഒരു സംഘടനയിൽ പോകാൻ. അപ്പോൾ 3 സിനിമയിലെങ്കിലും അഭിനയിച്ച ഒരാൾക്ക്, എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നത്, സർക്കാരിനെ വേണമെങ്കിൽ എടുക്കാം, ഒരു 500-1000 രൂപ വെച്ചിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തി ഒരു സംഘടന തുടങ്ങുകയും അതിൻ്റെ തലപ്പത്ത് ഒരു IAS ഓഫീസറെ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ഡെപ്യൂട്ടി IAS ഓഫീസർ, ഡെപ്യൂട്ടികൾ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇവരുടെ അണ്ടറിൽ IPS ഓഫീസർ ഒക്കെ സ്ത്രീകളായിരിക്കണം. അപ്പോൾ അതായത് സിനിമാപരമായ എന്ത് കേസും ഈ IAS ഓഫീസർ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത് ഇവരെ കേസ്. അതായത് ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നു അല്ലെങ്കിൽ സിനിമ അവസാനിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല, എല്ലാ കാര്യം ഇയാളായിരിക്കും വരേണ്ടത്. പിന്നെ കള്ളപ്പണം വിളിപ്പിക്കാൻ പറ്റുമല്ലേ? പറ്റും. അപ്പം ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ കൂടെ നിങ്ങൾ സമർപ്പിക്കണം എന്നൊരു വാക്ക് വെച്ചാൽ മതി. ഒരു സിനിമ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒക്കെ സർക്കാരിലൂടെയുള്ളൊരു രജിസ്ട്രേഷൻ, അപ്പോൾ ഇൻകം ടാക്സിൻ്റെ നിങ്ങൾ കൊടുക്കണം. ഇൻകം ടാക്സ് മതി, ബാക്കി പിന്നെ ഇവിടെ പിടിക്കാമല്ലോ. മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ, അതായത് ഞാൻ പറയുന്നത് നല്ല മനുഷ്യന്മാരെ ഇത് ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ ഈ ഹേമ കമ്മിറ്റിയും അല്ല, അത് നല്ലതാണ്, പക്ഷേ അതിലെ കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു സിനിമ നിർമ്മിക്കാൻ വരികയാണെങ്കിൽ ചേട്ടാ എനിക്കൊരു നടിയെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അടുത്തൊരു ബുക്ക് വേണം, ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്, വിളിച്ചോ, നമ്മൾ തന്നെ വിളിക്കുന്നു. സർക്കാർ തന്നെ അവിടെ ഒരു നിങ്ങൾക്ക് ഓഡീഷനൊക്കെ നടത്താനുള്ള ഒരു ചെറിയ ഹോളടക്കം എല്ലാ ജില്ലയിലും 14 ഓഫീസ്, എൻ്റെ മനസ്സിലുള്ള പറയുന്നത്. അവിടെ നിന്ന് ആളുകളെ നിന്ന് ഒരു 500-1000 രൂപ വെച്ച് കിട്ടുമല്ലോ. ഒരു സിനിമ രജിസ്റ്റർ ചെയ്യണം, ഒരു 1000 രൂപ വിചാരിച്ചോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇനി സർക്കാരിന് വേറെ നഷ്ടമൊന്നുമില്ല. അപ്പോൾ ഓഡീഷൻ നടത്തുക. അപ്പോൾ ഇനി കൂടുതൽ സ്ത്രീകൾ വേണ്ടിടത്താണെങ്കിൽ അവർ തന്നെ ഒരു ചെറിയ ലിസ്റ്റ് തയ്യാറാക്കുക, കഴിയുന്ന സ്ത്രീകളെ വെക്കുക, ഈ സെറ്റിലേക്ക് ഈ സ്ത്രീക്ക് പോകാം. സ്ത്രീകളുടെ കാര്യങ്ങളെല്ലാം ഇവർ നോക്കുന്നു. ഇവിടുത്തെ ഹോട്ടൽ സൈഡിലാണെങ്കിലും മെയിനായിട്ടുള്ള ലോഡ്ജുകാരോട് മാക്സിമം സർക്കാർ ഒരു ധാരണയിലെത്തിയിട്ട് 800 രൂപേൻ്റെ ലോഡ്ജ് അല്ലെങ്കിൽ 500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ലോഡ്ജ്. അപ്പോൾ ഇനി മുതൽ സിനിമയിൽ വരുന്ന പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്കെല്ലാം ഒരു ലോഡ്ജ്, പുരുഷന്മാർക്ക് ഒരു ലോഡ്ജ്, അല്ല കുറേയൊക്കെ ശരിയാക്കാമല്ലോ, 100% നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തം ഇനി ഈ സ്ത്രീക്കാവും, സർക്കാർ കോർഡിനേറ്റർ കൈമാറി. അതിന് പ്രതിഫലമായി 1000 രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ 10% സർക്കാരിന് നിങ്ങൾ അടയ്ക്കണം. അപ്പം നിങ്ങൾക്ക് മറ്റുദ്ദേശം ഇല്ലാതെ സിനിമ ചെയ്യുന്നവനാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അത്യാവശ്യം പരിചയമുള്ള പെൺകുട്ടികളെയും കിട്ടി, നിങ്ങൾക്കിപ്പോൾ ക്യാമറമാൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറമാൻ അവിടെ ചെയ്ത ആളുണ്ടോ, അയാൾക്ക് 3000 രൂപ, ശരി, ഇയാൾക്ക് 3000 നിങ്ങൾ കൊടുക്കുമ്പോൾ 10% നമ്മളെ സർക്കാരിന് വന്നു. അപ്പോൾ സർക്കാരിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം, അയാൾക്കും കാര്യം നടന്നു, ഇവിടെയും നടന്നു, ഇതെല്ലാം കുറച്ചുകൂടെ നല്ല, അല്ലാണ്ട് ഒരു ഇൻഡസ്ട്രി തിരക്കേണ്ട ആവശ്യമില്ല. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രമുഖ നടന്മാർ, പ്രമുഖ സംവിധായകർ എന്ത് വിചാരിക്കുന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു ഉത്തരമില്ല. വേണമെങ്കിൽ സർക്കാരിന് ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. കാരണം എന്ത് പ്രശ്നം വന്നാലും ഈ കോർഡിനേറ്ററോടോ ഈ IAS ഓഫീസറോടോ ആ പെൺകുട്ടിക്ക് പറയാം. അതേസമയം നമ്മളെ ഇത് കണ്ട് ശരിക്കും ഇവിടുത്തെ പവർ 15 ഞാൻ പറയുന്നത് അവർക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, അഭിനയിക്കാനോ സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട്, വിവരം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.